നമസ്കാരം. പ്രധാന വാർത്തകൾ. ആധാർ പദ്ധതി എൻറോൾമെന്റ് ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് നടന്നു. തെക്കിൽ വളവിൽ മണ്ണിടിച്ചിൽ, ദേശീയപാതയിൽ ഗതാഗതം നിലച്ചു. എൻഡോസൾഫാൻ കേന്ദ്ര നിലപാടിനോട് യോജിപ്പില്ലെന്ന് കൃഷിമന്ത്രി. ജില്ലയിലെ കുടിവെള്ള ഗുണനിലവാര പരിശോധനയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി 2500 സാമ്പിളുകൾ പരിശോധിക്കും. ഓഗസ്റ്റ് 5 നടക്കുന്ന അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിന് മുന്നോടിയായി ബാങ്ക് ജീവനക്കാർ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. ആധാർ പദ്ധതി എൻറോൾമെന്റിന്റെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് കൃഷിമന്ത്രി KP മോഹനൻ നിർവഹിച്ചു. ചുരുങ്ങിയ നാളുകൾ കൊണ്ടുതന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണനേട്ടം ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയതായി കൃഷിമന്ത്രി KP മോഹനൻ പറഞ്ഞു. നമുക്ക് തിരിച്ചറിയൽ കാർഡുകളുണ്ട്, തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ ഉപയോഗിക്കാം. പക്ഷെ എന്നാൽ പോലും അതിൽ പോലും മായം ചേർക്കാൻ കഴിയും എന്ന ഒരു അവബോധമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളം മുതൽ കാശ്മീർ വരെയുള്ള എല്ലാ ആളുകളുടെയും ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു തിരിച്ചറിയൽ നിർബന്ധമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ മറ്റ് ജനങ്ങൾക്കൊക്കെ തന്നെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുകയാണ്. ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുമ്പോൾ അത് അർഹരായ ആളുകൾക്കല്ല അനർഹരായവർക്ക് ലഭിക്കുന്നു എന്നതൊക്കെ തന്നെയുള്ള പരാതികൾ മുഴുക്കെയുണ്ട്. ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇനി ബാങ്ക് മുഖാന്തരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഈ ID ഉപയോഗിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഏതായാലും ഈ സംവിധാനം നടപ്പിലാക്കുന്നവർക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളിലും സാമ്പത്തിക ഇടപാടുകൾ മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി സുതാര്യതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതിൻ്റെ ജില്ലാതല ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടൊപ്പം എല്ലാവരുടെയും സഹായം അക്ഷയ കേന്ദ്രങ്ങൾ മുഖാന്തരമാണ് നമുക്കിന്ന് എല്ലാ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള അപേക്ഷകൾ തയ്യാറാക്കുന്നത്, അവിടെ എത്തിക്കുന്നതൊക്കെ തന്നെ. അവർക്ക് കൂടുതൽ അധ്വാനം വരാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഏകീകൃത തിരിച്ചറിയൽ നമ്പർ നൽകുന്ന പദ്ധതിയാണ് ആധാർ എൻറോൾമെന്റ്. തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ്, പാൻ കാർഡ് എന്നിവ അതത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ബഹുതല ദേശീയ കാർഡാണ് ആധാർ. അക്ഷയ പ്രോജക്റ്റ് വഴിയാണ് കാർഡുകൾ തയ്യാറാക്കുന്നത്. ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. അക്ഷയ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കോരത്ത് V മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. P കരുണാകരൻ MP, PB അബ്ദുൾ റസാഖ്, E ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിൽ തെക്കിൽ വളവിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ദേശീയപാതയോട് ചേർന്നുള്ള കുന്നിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു വീഴുകയാണുണ്ടായത്. ഇതുവഴിയുള്ള വാഹനങ്ങൾ ചളിയങ്കോട് വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ്. റോഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ KN സതീഷും ഉന്നത ഉദ്യോഗസ്ഥരും ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഏറെ വൈകിയും ഇതുവഴി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. മണ്ണ് നീക്കി നടക്കുന്ന പ്രവൃത്തി നടന്നുവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. എൻഡോസൾഫാൻ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനോട് യോജിപ്പില്ലെന്ന് കൃഷിമന്ത്രി KP മോഹനൻ കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എൻഡോസൾഫാൻ നിരോധനം കേരളത്തിലും കർണാടകത്തിലും മാത്രം മതിയെന്ന കേന്ദ്ര സർക്കാരിന്റെയും പഠന സംഘത്തിന്റെയും നിലപാടിനോട് യോജിപ്പില്ലെന്ന് കൃഷിമന്ത്രി കാസർഗോഡ് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ നിരോധിക്കുക എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് നിരോധിക്കേണ്ടതാണ്, രാജ്യവ്യാപകമായിട്ട് നിരോധിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അത്തരത്തിൽ നിരോധിക്കേണ്ട അല്ലെങ്കിൽ എൻഡോസൾഫാൻ അല്ല എന്ന് പറയുന്ന നിലപാടിനോടും അതുപോലെ തന്നെ ഇപ്പം വന്നിട്ട് മെഡിക്കൽ സംഘം വന്നുകൊണ്ട് ഇവിടെ ഇത് എൻഡോസൾഫാൻ അല്ല എന്ന് പറയുന്നതിനോടും യോജിക്കാൻ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനോട് സംസ്ഥാന സർക്കാർ യോജിക്കുന്നേയില്ല. എൻഡോസൾഫാൻ രാജ്യവ്യാപകമായി തന്നെ നിരോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എൻഡോസൾഫാൻ കീടനാശിനിക്കു പകരമുള്ള മാർഗങ്ങൾ ചിലവേറിയതാണെന്ന പ്രചാരണം തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 60 വയസ്സ് പൂർത്തിയാക്കിയ എല്ലാ കർഷകർക്കും പെൻഷൻ അനുവദിക്കുമെന്ന് കൃഷിമന്ത്രി. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാതല വികസന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് വന്നതിന്റെ ഉദ്ദേശം സർക്കാർ ഞങ്ങളെയൊക്കെ തന്നെ ഓരോരോ മന്ത്രിമാരെയും ഓരോ ജില്ലക്കുള്ള ചാർജ് കൊടുത്തുകൊണ്ട് നിയോഗിച്ചിരിക്കുകയാണ് ഒരു വർഷത്തേക്ക്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അവലോകനം, ആദ്യത്തെ പ്രവർത്തനം എന്ന നിലയിലാണ് ഞാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതും നമുക്ക് പരിഹരിക്കപ്പെടാതിരിക്കുന്നതുമായ ഒട്ടേറെ പ്രശ്നങ്ങൾ എല്ലാ ജില്ലയിലും ഉണ്ടാകും. എനിക്ക് തോന്നുന്നു കാസർഗോഡ് കുറവാണെന്നാണ് തോന്നുന്നത്.
അപ്പോൾ എന്തായാലും ശരി, അത് ജനപ്രതിനിധികളിൽ നിന്ന് ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആ പഞ്ചായത്തിന്റെ എല്ലാം ആയിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വളരെ ഗൗരവം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഓരോരുത്തരായിട്ട് വിളിക്കുമ്പോൾ ഇവിടെ വന്ന് കാര്യങ്ങൾ പറയുകയും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുതിയ കോപ്പികൾ അതും തരുന്നത് നന്നായിരിക്കും. ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു സംക്ഷിപ്ത ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് വിശദീകരിക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുള്ള റെമഡി ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തന്നെ പരിഹരിക്കപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസർമാരാണ്, പഞ്ചായത്തിലെ കൃഷി ഓഫീസർമാർ, വെറ്റിനറി സർജന്മാർ, അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെയുണ്ട്. ജില്ലയിൽ ഒഴിഞ്ഞുകിടക്കുന്ന കൃഷി ഉദ്യോഗസ്ഥരുടെ തസ്തികകൾ ഈ മാസം 17-നകം നികത്താൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കർഷക ദിനാചരണ ചെലവിനായി പഞ്ചായത്തുകൾക്കുള്ള തുക 3000 രൂപയായി വർദ്ധിപ്പിച്ചുവെന്നും മന്ത്രി അറിയിച്ചു. 1500 രൂപയാണ് ഇതുവരെ അനുവദിച്ചിരുന്നത്. ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി ലഭ്യമാകാനുള്ള നടപടി സ്വീകരിക്കും. ജില്ലയുടെ വികസനം സംബന്ധിച്ച രൂപരേഖ ക്യാബിനറ്റിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി, ജില്ലാ കളക്ടർ KN സതീഷ്, വിവിധ മുനിസിപ്പൽ ചെയർമാൻമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നേരത്തെ ഗസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന വികസന അവലോകന യോഗത്തിൽ MLA-മാരായ PB അബ്ദുൾ റസാഖ്, NA നെല്ലിക്കുന്ന്, കെ കുഞ്ഞിരാമൻ തൃക്കരിപ്പൂർ, E ചന്ദ്രശേഖരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി, ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീശുകൻ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഒരിടവേള. മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യമേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം, നിയോ നാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമർ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 lines. Mansoor Hospital. Dedication, determination and divinity. നൂതന സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖലയിൽ പ്രയോഗിക്കാൻ കർഷകർ തയ്യാറാകണമെന്ന് കൃഷിമന്ത്രി KP മോഹനൻ പറഞ്ഞു. പെരിയയിൽ കാർഷിക സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയിൽ നബാർഡ് ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ടെങ്കിലും വായ്പകൾ എടുക്കാൻ കർഷകർ എത്താത്ത സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് കൃഷിമന്ത്രി KP മോഹനൻ പറഞ്ഞു. പെരിയയിൽ വിവിധ ബാങ്കുകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും കൃഷി ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയത്. അപ്പോൾ അതിനിടക്ക് മറ്റൊരു പരിപാടിക്ക് പോകേണ്ട സമയത്താണ് പറഞ്ഞത് ഇങ്ങനെ സെമിനാർ, കർഷക സെമിനാർ, അപ്പോൾ അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രാധാന്യമായ ചർച്ച നടക്കുന്നത് വായ്പകളെക്കുറിച്ചും നബാർഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ എന്തായാലും എനിക്ക് അതിൽ 2 വാക്ക് പറയണം എന്ന് തോന്നാനുള്ള കാരണം, അതേസമയം മുഴുവൻ നടപടിക്രമങ്ങൾ പാലിച്ചാലും വായ്പ നൽകാൻ വിമുഖത കാട്ടുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരും നിലവിലുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഉപകരണങ്ങൾ കർഷകർ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കെ കുഞ്ഞിരാമൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ KN സതീഷ് കർഷകരെ ആദരിച്ചു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രാജൻ, അജിത് കുമാർ മേനോൻ, C ബാലകൃഷ്ണൻ, D ദാമോദരൻ, N അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. N ഗോപാലൻ സ്വാഗതവും MM കരുണാകരൻ നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് വളണ്ടിയർമാർക്കും പ്രോഗ്രാം ഓഫീസർമാർക്കും കുടിവെള്ള ഗുണനിലവാര പരിശീലനം നൽകും. ജില്ലാതല പരിശീലനം പിലിക്കോട് നടന്നു. പിലിക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ UNICEF പ്രതിനിധി അരുൺ ഗോപാൽ പദ്ധതി വിശദീകരിച്ചു. സ്കൂൾ തല NSS യൂണിറ്റുകൾ ഈ മാസം തന്നെ പഞ്ചായത്തുകളിലെ വാർഡുകളിൽ നിന്ന് 100ഓളം സാമ്പിളുകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അരുൺ ഗോപാൽ പറഞ്ഞു. പരിശോധന സൗജന്യമായിരിക്കും. കുടിവെള്ള ഗുണനിലവാര പരിശോധനയുടെ ഭാഗമായി
ജില്ലയിൽ നിന്ന് 2500 സാമ്പിളുകൾ പരിശോധിക്കാനാണ് പരിപാടി. NSS വളണ്ടിയർമാർക്കും പ്രോഗ്രാം ഓഫീസർമാർക്കുമുള്ള പരിശീലനമാണ് നടന്നത്. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി ഉദ്ഘാടനം ചെയ്തു. NSS സംസ്ഥാന കോർഡിനേറ്റർ EG രാജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ശ്രീധരൻ, ഹെഡ് മാസ്റ്റർ PK സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ PC ചന്ദ്രമോഹനൻ സ്വാഗതവും N രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ആഗസ്റ്റ് 5 വെള്ളിയാഴ്ച നടക്കുന്ന ബാങ്ക് പണിമുടക്കിന് മുന്നോടിയായി ബാങ്ക് ജീവനക്കാർ പ്രകടനം നടത്തി. കാഞ്ഞങ്ങാട് കോർപ്പറേഷൻ ബാങ്കിന് മുന്നിൽ നടന്ന പൊതുയോഗത്തിൽ M ജനാർദ്ദനൻ, KP ശ്രീധരൻ, M വിജയൻ എന്നിവർ സംസാരിച്ചു. ബാങ്കിംഗ് മേഖലയിലെ മുഴുവൻ ജീവനക്കാരും ഓഫീസർമാരും നാളെ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്കം നടത്തുകയാണ്. അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ നാടുകളിലും ബാങ്കുകളുടെ കെടുകാര്യസ്ഥത കൊണ്ട് തകർന്നുപോയ അവസരത്തിലും ഇന്ത്യൻ സമ്പദ്ഘടനയെ താങ്ങി നിർത്തിയ പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള സർക്കാരിൻ്റെ തെറ്റായ നടപടികൾക്കെതിരായിട്ടുള്ള ഒരു താക്കീതാണ് നാളെ നടത്താൻ പോകുന്ന ഏകദിന സമരം. ബാങ്കിംഗ് മേഖലയിലെ 99% ജീവനക്കാരെയും പ്രതിനിധീകരിക്കുന്ന ഓഫീസർമാരുടെയും ജീവനക്കാരുടെയും ഐക്യസംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ സമരം നാളെ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന അവസരത്തിൽ തന്നെ ഈ ഒരു പ്രതിഷേധം അതിൻ്റെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കുക വഴി ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ തിരുത്താൻ ഒരു താക്കീതായിട്ടാണ് ഞങ്ങൾ ഈ നാളത്തെ സമരത്തെ കാണുന്നത്. തുടർന്നും ഇതുപോലുള്ള സമരപരിപാടികളിലൂടെ സർക്കാരിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളെ ജനോപകാരപ്രദമാക്കുന്ന രീതിയിൽ തിരുത്തിക്കുവാനുള്ള ശ്രമങ്ങൾ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിൻ്റെ ഭാഗത്തു നിന്ന് തുടർന്നും ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. N അശോക് കുമാർ, B കൃഷ്ണൻ, നന്ദകുമാർ നായർ, E രാധാകൃഷ്ണൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അന്താരാഷ്ട്ര രസതന്ത്ര വർഷാചരണത്തിൻ്റെ ഭാഗമായി ചെറുവത്തൂരിൽ ശാസ്ത്ര ക്ലാസ് നടന്നു. ഉപജില്ലാ സയൻസ് ക്ലബ്ബായിരുന്നു സംഘാടകർ. ചെറുവത്തൂർ BRCയിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുവത്തൂർ AEO K വേലായുധൻ അധ്യക്ഷത വഹിച്ചു. O രാജഗോപാലൻ, സാവിത്രി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോക്ടർ KM ശ്രീകുമാർ, V മധുസൂദനൻ, OP ചന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു. കണ്ണങ്കൈ, പൊള്ള, മുത്തപ്പൻ മടപ്പുര പരിധിയിൽ പഠനത്തിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വനിതാ ഗ്രന്ഥവേദിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുമോദന പരിപാടി. പ്രശസ്ത നാടക സംവിധായകൻ MT അന്നൂർ ഉപഹാരം വിതരണം ചെയ്തു. നെല്ലിക്കാതുരുത്തി കടകം പ്രസിഡന്റ് ഡോക്ടർ KP ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KV ഭാസ്കരൻ, PV ശശിധരൻ, V കുഞ്ഞമ്പു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. VV നിഷ സ്വാഗതവും നിഷ ദാമോദരൻ നന്ദിയും പറഞ്ഞു. കർക്കടകം 18ന്റെ ഭാഗമായി സൗജന്യ അരി വിതരണവും നടന്നു. നാനാജാതി മതസ്ഥരായ 540 കുടുംബങ്ങൾക്കാണ് അരി വിതരണം ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധാർ പദ്ധതി എൻറോൾമെന്റ് ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് നടന്നു. തെക്കിൽ വളവിൽ മണ്ണിടിച്ചിൽ, ദേശീയപാതയിൽ ഗതാഗതം നിലച്ചു. എൻഡോസൾഫാൻ കേന്ദ്ര നിലപാടിനോട് യോജിപ്പില്ലെന്ന് കൃഷിമന്ത്രി. ജില്ലയിലെ കുടിവെള്ള ഗുണനിലവാര പരിശോധനയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി 2500 സാമ്പിളുകൾ പരിശോധിക്കും. ഓഗസ്റ്റ് 5 നടക്കുന്ന അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിന് മുന്നോടിയായി ബാങ്ക് ജീവനക്കാർ പ്രകടനം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.